രണ്ടു ദിവസത്തെ ഇടിയും മഴയും പെയ്ത് ഒരാഴ്ച ഇല്ലായിരുന്നു. രണ്ടു ദിവസത്തെ ഇടിയും മഴയും പെയ്ത് കണ്ടപ്പോഴേ സംഭവം എന്തോ റോങ് അടിച്ചാണ് നമുക്കപ്പം. ഭയങ്കര മഴ, ഒരാഴ്ചയില്ല. അങ്ങനെ അത് സംഭവിച്ചു. ഇങ്ങനെ റീൽസ് തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതിപ്പോൾ പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും. അങ്ങനെ ശുപ്പാണ്ടിക്കും ഇതായിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇവൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് നോക്കിയിരിക്കും. അതായത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് സിംഗിൾസിൻ്റെ എല്ലാവരും വികാരമായിരുന്നു. ഇവൻ എന്ത് പറയണമെന്നറിയില്ല. പക്ഷെ നമ്മൾ ഈ ഫോട്ടോ കാണുമ്പം തന്നെ ഒരു മേലെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് സിംഗിളാണോ, വിഷമമുണ്ടോ, കരച്ചിലില്ല എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റ് നിർത്തിക്കോ. വീട്ടുജോലിക്കും മറ്റും ആയിരിക്കും അല്ലേ. എന്നാലും എൻ്റെ പൊട്ട ഇതങ്ങനെ ഇത് റിയാക്ട് ചെയ്യാൻ പറ്റാതിരിക്കില്ല ഗൈസ്. പറ്റുന്നില്ല റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതാണ്. ഈ ഫോട്ടോ ശ്രദ്ധിച്ചൊന്ന് നോക്കി. കേരളത്തിലൊരാൻ പിള്ളേർക്കും സഹിക്കാൻ കഴിയില്ല. കാരണം എടാ നീ എന്തിനാ ഈ പെണ്ണ് കണ്ടിട്ടുണ്ട്. മറ്റേ എനിക്കും ഒരാളുണ്ട്, എവൾക്കും ഒരാളുണ്ട്. ഇവളാളെ പറ്റി ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയും. എന്തായാലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ആരാണ് അപർണ്ണ? നിങ്ങൾ ഞെട്ടും ഗൈസ്. ഈ വീഡിയോ എല്ലാ 90 കിഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നാളെ വരകുന്നില്ല. ഇപ്പോൾ എന്ത് പറയാനാ, ചുപ്പാണ്ടി അങ്ങനെ കൈവിട്ട് പോയിട്ടാണ്. ഇനി കേരളത്തിലെ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ഇനി കുറേ നാൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ ചെയറിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അഥവാ അറിഞ്ഞാൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതായത് യൂട്യൂബിൽ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കേരളം ഞെട്ടുന്ന ഒരു വലിയ വാർത്ത പുറത്തേക്ക് വിടുകയാണ്. തിരുവനന്തപുരം KCAയിലെ ക്രിക്കറ്റ് പരിശീലകൻ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. പരിശീലനത്തിന് എത്തിയ നിരവധി പെൺകുട്ടികളെ പരിശീലകൻ പീഡിപ്പിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മറവിൽ പെൺകുട്ടികളെ തെങ്കാശിയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പോലീസിന്റെ കണ്ടെത്തൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ ഫോണിൽ ചിത്രീകരിച്ചെന്നും പരാതി. കൊച്ചി മരുവിനെതിരെ 6 പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഫൺ വീഡിയോ ആണ്. ആരും തെറ്റിയിരിക്കില്ല. ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. അപ്പോൾ ഇന്ന് ചെറിയ വീഡിയോ ആണ്. സാധാരണ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും സംസാരിക്കാതെ മിണ്ടായിരിക്കാണ്. അപ്പോൾ അത് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടായിരിക്കും. 2024 അത് സംഭവിച്ചിരിക്കുകയാണ്. ഇനി റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ രണ്ടുപേരുമായിട്ടായിരിക്കും ചെയ്യുക. ഓരോന്ന് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഹണി ട്രാപ്പ് ആവാൻ ഒരു ചാൻസ് ഇല്ല. ആ ഫോട്ടോയ്ക്ക് ഒരു വശപ്പശം ഉണ്ടല്ലോ അല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ കൂടിപ്പോയാൽ ഇത് സിൻസിയർലി ആയിരിക്കും. 100% നീട്രാപ്പോ അല്ലെങ്കിൽ ലവോ 3 months കഴിഞ്ഞിട്ട് പിന്നീലറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. ആനെ കൊണ്ട് ഒരു ചാൻസും ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി മേലെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് സിംഗിളാണോ വിഷമമുണ്ടോ കരച്ചിലില്ല എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റ് നിർത്തിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. നല്ലൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരണമെന്നില്ല, കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇതേപോലെ ഉടായിപ്പ് വീഡിയോസുകളായിട്ട് ഇതാകുമ്പോൾ സിമ്പിൾ പരിപാടിയാണ്. അധികം മെച്ചേടില്ലാത്ത ഇടപാടിനെ നമ്മൾ വിൽക്കാറുള്ളൂ. കഷ്ടപ്പെട്ടുള്ളവർ പഠിക്ക് നിൽക്കാറില്ല. ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പം ശരി, എന്നാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.